എല്ലാവർക്കും ഇത് വാർക്ക്. ജപ്പാനിൽ വന്ന ശേഷമുള്ള രണ്ടാമത്തെ പെരുന്നാളാണ് ഇന്ന്. ആൾക്കാർ കൂടുതലായതുകൊണ്ട് പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് നിസ്കാരം. നാട്ടിലെ പോലെ സൗണ്ടും കാര്യങ്ങളൊന്നും ജപ്പാനിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാനൊക്കെ തുടങ്ങി. മലയാളികൾ പൊതുവെ കുറവുള്ള സ്ഥലത്താണ് ഞാനുള്ളത്. കാസർഗോഡുള്ള കുറച്ച് ചങ്ങായിമാരൊക്കെ കണ്ട് പിന്നെ കഥ പറച്ചിൽ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ സാൽ ജപ്പാന്റെ റൂമിലോട്ട് പോയി. ഇന്നത്തെ ഫുഡ് അവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞു. നാട്ടിലുള്ള പെരുന്നാൾ മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ അത് വേറെ വൈബാണ്. അത് കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇന്നത്തെ ഫുഡിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി റൂമിലേക്ക് എത്തി. ഇനിയാണ് കലാപരിപാടി. ഫുഡ് ഉണ്ടാക്കണം. ഫുൾ സെറ്റ് അങ്ങനെ എല്ലാവരും ചേർന്ന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി കിട്ടുന്ന ഈ ഒരു സമയം സംഭവം അടിപൊളിയാണ്. നല്ല ചൂട് ചൂട് ചിക്കൻ ഫ്രൈയും പിന്നെ നല്ല മട്ടൻ ബിരിയാണിയും. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. പിന്നെ നേരെ സെറ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങാം. സാൽ ജപ്പാനും അൻസീഫും നല്ല തിരക്കിലാണ്. ഇവനാണ് നമ്മളെ ഇന്നത്തെ കഥയിലെ നായകൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ല നേരെ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഒന്നിച്ചു കൂടി നല്ലൊരു അടിപൊളി പെരുന്നായിരുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.